ഫീബ ഓൺലൈൻ മലയാളത്തിലെ സ്വന്തം കഥയിലേക്ക് സ്വാഗതം. സ്വന്തം കഥ നമ്മുടെ ജീവിത അനുഭവങ്ങളെപ്പറ്റി പറയുന്നതാണ്. ആ, മിക്കവാറും നമ്മുടെ ചങ്ങാതി റേഡിയോ ശ്രോതാക്കളാണ് നമ്മളെ വിളിക്കുകയും അവരുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. എന്നാൽ കഴിഞ്ഞ 2-3 എപ്പിസോഡുകളായിട്ട് നമ്മൾ പ്രൊഫസർ ആലീസ് മാണിയുടെ ജീവിതാനുഭവങ്ങളാണ് നാം കേൾക്കുന്നത്. ഒത്തിരി അനുഭവങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം കടന്നുപോയ അനുഭവങ്ങളെ കണക്ട് ചെയ്യുവാനും പല കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ജീവിതത്തെ നന്നായി കാണുവാനും സമൂഹത്തിൽ നന്നായി വേഷവിധാനം നമ്മെ തന്നെ നല്ല വേഷത്തോടുകൂടെ അല്ലെ നല്ല വാക്കുകളോടുകൂടെ സന്തോഷമുള്ള മുഖത്തോടുകൂടെ നമ്മുടെ അടുത്ത് വരുന്നവരെ പരിചരിക്കണം, അവരോടൊപ്പമായിരിക്കണം, സമൂഹത്തിൽ നാം അപ്ഡേറ്റഡ് ആയിരിക്കണം എന്നൊക്കെയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നാം ചിന്തിച്ചത്. ഇന്ന് പ്രൊഫസർ ആലീസ് മാണി ഇന്നത്തെ ഫീബ ഓൺലൈനിലെ സ്വന്തം കഥയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ ഒരു ഗ്രാഫ് ബുക്ക് നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങിയപ്പോൾ പറഞ്ഞത് ജീവിത അനുഭവത്തെപ്പറ്റി ആദ്യത്തെ ഒരു 30 പേജോ ഞാനൊന്നും എഴുതിയിട്ടില്ല, അത് കഴിഞ്ഞാണ് എൻ്റെ ഗ്രാഫ് ഞാൻ വരയ്ക്കാൻ ശ്രമിച്ചത് എന്നാണ് ആദ്യത്തെ അനുഭവത്തിൽ പറഞ്ഞത്. എന്നാൽ ഒരു ഗ്രാഫിൻ്റെ ഒരു പകുതി കഴിഞ്ഞു എന്നാണ്. പലതും ഇവിടെ വരച്ചു, പലതും ഇവിടെ നമ്മൾ ചിന്തിച്ചു. എഴുതാത്ത ആ ഗ്രാഫിൽ, ആ പേജുകളിൽ എഴുതാൻ ഒത്തിരി കാര്യങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി, നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലായി. ഇന്നത്തെ നമ്മുടെ അവസാനത്തെ എപ്പിസോഡാണ്. ജീവിത അനുഭവങ്ങളെ പറ്റിയാണ് ഞങ്ങൾ ചോദിക്കുന്നത്. പ്രൊഫസർ ആലീസ് മാണി പറഞ്ഞ പല കാര്യങ്ങളിലും 2 എപ്പിസോഡിലും പറഞ്ഞത് ജീവിതത്തിൽ പല തിക്ത അനുഭവങ്ങൾ ഉണ്ടായെങ്കിലും അതിനെയൊക്കെ വളരെ ലാഘവത്തോടെ അതിജീവിക്കാൻ കഴിഞ്ഞ ഒരു ധൈര്യവും, അതെപ്പോഴും ഞങ്ങൾ പ്രേക്ഷകർ അത് പോസിറ്റീവായിട്ട് അവരുടെ ജീവിതത്തിൽ അത് അനുവർത്തമാക്കുമെന്നാണ് കരുതുന്നത്. പിന്നെ പറഞ്ഞൊരു കാര്യം, എനിക്ക് പട്ടാളത്തിൽ ചേരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു നേഴ്സെങ്കിലും ആകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പട്ടാളത്തിൽ. പക്ഷെ എനിക്ക് 4 അടിയും 11 ഇഞ്ചേ ഉള്ളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കത് സാധിച്ചില്ല എന്ന് ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞു. 2ാമത്തെ എപ്പിസോഡിലും കല്യാണത്തെപ്പറ്റി ചിന്തിച്ചപ്പോൾ കല്യാണത്തിന് വന്ന ആളും എൻ്റെ ആഗ്രഹം 6 അടിയുള്ള ഒരാളായിരിക്കണം എന്നെ കല്യാണം കഴിക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ ഓർക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഘടനയിൽ നമ്മുടെ പൊക്കത്തിലൊക്കെ ഇച്ചിരി വൈഭവം ഉണ്ടായിരുന്നോ, അതോ നമ്മുടെ പൊക്ക ഉയരവും നമ്മുടെ സെൽഫിനെ പറ്റി പേഴ്സണാലിറ്റിയെ പറ്റി കണ്ടത്? ഓൺലൈൻ എന്നെ ക്ഷണിച്ചതിന് വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടരട്ടെ. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എവിടെയോ വായിച്ച ആരോ പറഞ്ഞു മരത്തിന്റെ കൊമ്പെ തൂങ്ങിയ പൊക്കം വയ്ക്കുമെന്ന്. അപ്പൊ ഞാൻ ചെറുപ്പം മുതലേ ഒരു മരം കയറിയായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ കയ്യാലയുടെ ഇപ്പുറത്ത് മാവും പ്ലാവും ഒക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞേക്കാം, പറങ്കാവും ഒക്കെ ഉണ്ട്. അതേ കിടന്ന് ഈ തൂക്കത്തോടെ തൂക്കും. അപ്പൊ നേരത്തിന്റെ പടിയിലൊക്കെ തൂങ്ങുക, പിന്നെ ബസ്സിൽ കയറി ഞാൻ തൂങ്ങി നിൽക്കും. അപ്പൊ പൊക്കം വയ്ക്കുമെന്നാ വിചാരം. പക്ഷെ പ്രായമായ ഒരു 17 വയസ്സ് വരെ പൊക്കം എത്ര അത് പിന്നെ വെക്കാൻ പോയില്ല. അപ്പൊ ഞാൻ ഇപ്പോഴത്തെ കുട്ടികളോട് എന്റെ പൊന്നു പിള്ളേരെ, പൊക്കം വെക്കാനും വേണ്ടി നിങ്ങളുടെ അടുത്ത് അതും ഇതൊക്കെ പറയാം, ഒന്നും ചെയ്യല്ലേ, ദൈവം തന്ന പൊക്കമൊക്കെ ഉണ്ടാകത്തുള്ളൂ. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തപ്പോ 10ാം ക്ലാസ് വെച്ച് ഹീല് ചെരുപ്പിറങ്ങിയ കാലഘട്ടം, റബ്ബറിൽ ഹീല്. അപ്പൊ പൊക്കം വെക്കാൻ വേണ്ടി ഹീലൊക്കെ ഇട്ട് നടന്നു. ഇപ്പോഴും ഈ 70ാം വയസ്സിൽ ഞാൻ ഹീലിട്ടേ നടക്കത്തുള്ളൂ. അത് പൊക്ക കോംപ്ലക്സ് മാറ്റാൻ വേണ്ടിയാ. പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായി, പേഴ്സണാലിറ്റി ജനമാണ് നമ്മളെ തള്ളി മാറ്റുന്നത്. അവരാണ് നമ്മളെ പൊക്കമില്ല അല്ലെ നമ്മളെ കാണാൻ വലിയ, പക്ഷേ ദൈവം നിറച്ച് കവിഞ്ഞ് തന്നു എന്ന് എനിക്ക് നല്ല ഓർമ്മ, ഇപ്പോഴും നല്ല ബോധ്യമുണ്ട്. എന്നെ പറയുന്നത്, നമ്മളൊരു പാട്ട് കേട്ട, അവൾ നടന്നാൽ ഭൂമി കുലുങ്ങുന്നൊക്കെ പോയിക്കോട്ടെ, അവൾ നടന്ന അവിടെ എന്ന് പറഞ്ഞാൽ എന്റെ അഴിച്ചിട്ടാൽ മുടി എന്ന് പറഞ്ഞാൽ എന്റെ മുടി എന്ന് പറയാം. എന്റെ കൂടെ പഠിച്ച പിള്ളേർക്കും എന്റെ കൂടെ വർക്ക് ചെയ്തവർക്കും അറിയാം, മുട്ടിന് കീഴോട്ട് കിടന്ന ചുരുണ്ട് നീണ്ട മുടി, നല്ല ഉഗ്രം, നല്ല ഒന്നാന്തരം നിറ, നല്ല കാണാൻ വലിയ കുഴപ്പമില്ലാത്ത ഒരു പേഴ്സണാലിറ്റി. പക്ഷെ ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും എന്റെ എല്ലാ കുട്ടികളോടും ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തിനാ കുനിഞ്ഞ് നടക്കുന്നത്, നല്ല നെഞ്ചു വിരിച്ച് നടക്കുന്നത്, നെഞ്ചു ഞെളിച്ച് നടക്കാനെന്നല്ല ഞാൻ പറഞ്ഞത്, അഭിമാനത്തോടെ അന്തസ്സോടെ നടക്കണം. നമ്മൾ മറ്റുള്ളവരുടെ മുഖത്തോട്ട് നോക്കുന്നതുകൊണ്ടല്ലേ അവർ നമ്മളെ പുച്ഛിക്കുന്നൊക്കെ കാണുന്നത്. നോക്കട്ടെ, നമ്മൾ ഇതിന് അങ്ങോട്ട് നോക്കുന്നത്, അവരെ പുച്ഛിക്കോ താഴുകയോ ചെയ്തോട്ടെ, അത് നമ്മുടെ വിഷയം, ഡോണ്ട് കെയർ ഇറ്റ്. നമ്മൾ അഭിമാനത്തോടെ നടക്കുന്ന വഴിയല്ല, അഭിമാനത്തോടെ നടക്കും. ഇതിന്റെ ഇടയ്ക്ക് എന്ന് പറഞ്ഞോട്ടെ, ഞാൻ 79 ജോലി കിട്ടിയ
ഡേറ്റ് കാര്യം പറഞ്ഞു. 79 സെപ്റ്റംബർ ആയപ്പോഴാണ് എൻ്റെ വിവാഹം നടക്കുന്നത്. ഉം. അപ്പൊ ചേർത്തല വർക്ക് ചെയ്യുമ്പോഴാണ് ഈ എറണാകുളത്തുള്ള പള്ളുരുത്തിലുള്ള ഒരാളുമായിട്ട് വിവാഹം നടന്നു. ഞാൻ ഇവിടെ വരുന്നു, ഉം. കല്യാണം കഴിച്ചു വന്നു. ഉം. കല്യാണം കഴിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിന് ദൈവം തമ്പുരാന്റെ അനുഗ്രഹം കൊണ്ട് 5 അടി 10 ഇഞ്ച് പൊക്കം ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് എന്നെക്കാൾ നമ്മുടെ സ്വപ്നം. എന്റെ സ്വപ്നം പോലെ നിറമാണെങ്കിൽ എനിക്ക് ഇച്ചിരി ഇരുണ്ടവരെയായിരുന്നു ഇഷ്ടം. അദ്ദേഹം ഇരുണ്ട ഒരു വ്യക്തിയുമായിരുന്നു. രണ്ടാമത് വളരെ ജനങ്ങളുടെ മുമ്പിൽ എന്താണ് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു. ജനങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമൊക്കെ ഉള്ള ഒരു വ്യക്തി. അങ്ങനെയുള്ള ഞാൻ പറയാം, എൻ്റെ സ്വപ്നത്തിൽ ഒരു കണ്ടതിൻ്റെ ഒരു 75% തന്നെ എനിക്ക് കിട്ടി. പക്ഷെ എനിക്കൊരു നഷ്ടബോധം ഉണ്ടായിരുന്നു. കാര്യം ഞാൻ ആഗ്രഹിച്ച എൻ്റെ ഭർത്താവ് എപ്പോഴും എനിക്ക് ഇങ്ങനെ കുശലം പറയാനും തല്ലുപിടിക്കാനും അല്ലെ നമുക്ക് എന്തും പറയാനുള്ള ഒരു ലൈസൻസ് ഫ്രീഡം തരുന്ന ഒരു വ്യക്തിയാണെന്നുള്ളതാണ് എൻ്റെ സ്വപ്നം. പക്ഷെ അദ്ദേഹം ഭയങ്കര വലിയ ആഠ്യത്വമുള്ള പഴയ കാലത്തെ കാരണവന്മാരുടെ സ്വഭാവമൊക്കെ കാണിക്കുന്നതുകൊണ്ട് നമുക്കത് അത്രയ്ക്ക് അങ്ങോട്ട് അടുക്കാൻ പറ്റത്തില്ല. അപ്പൊ പുള്ളി നമ്മൾ ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും അങ്ങോട്ട് ചെയ്താൽ പുള്ളിക്ക് ഇഷ്ടമില്ലെന്ന് കാണിക്കുന്നത് ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കും. ആ ശബ്ദം ഉണ്ടാക്കിയ ഓർത്തോണം ഓടിക്കുമെന്ന. അപ്പൊ ഒരു വൺ ഹാൻഡ് ഡിസ്റ്റൻസ് എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യും. അതെ 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 അത് വളരെ അട്ടപ്പാതിരാത്രിയാണ് പുള്ളിയുടെ മുരട്ട് ചിലപ്പോൾ പുള്ളി തുമ്മുന്നതായിരിക്കും, പക്ഷെ ഞാൻ ഓടി ബാത്റൂമിൽ പോയിരിക്കും. അങ്ങനെയായിരുന്നു. അങ്ങനെ വളരെ ലവബിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. എന്റെ കല്യാണമൊക്കെ കഴിച്ചു. പക്ഷെ കല്യാണം കഴിച്ചു വന്നു കഴിഞ്ഞപ്പം ഞാനൊരു വേറൊരു കൾച്ചറിൽ നിന്ന് വന്നത്, ഇവിടെ വന്നത് ഡിഫറെന്റ് കൾച്ചർ. അതിനു മുമ്പ് ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇന്നത്തെ നമ്മളെ കേൾക്കുന്ന നമ്മുടെ പ്രേക്ഷകർ അല്ലെങ്കിൽ ശ്രോതാക്കളൊക്കെ ഈ നമ്മുടെ സെൽഫ് എസ്റ്റീമിനെ പറ്റി അപകർഷതാബോധമുള്ള ഒത്തിരി ആളുകളുണ്ട്. അപ്പം ആളുകൾക്ക് നമ്മുടെ സിനിമാ നടനായ ഉണ്ടപ്പക്രു പറഞ്ഞത്, ബഹുമാനപ്പെട്ട എൻ്റെ പൊക്കമില്ലായ്മയാണ് എൻ്റെ പൊക്കം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ അതിനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞത് അദ്ദേഹത്തിലൂടെയാണ് നമ്മൾ കൂടുതൽ പറ്റി ഞങ്ങളൊക്കെ കേൾക്കുന്നത്. അപ്പൊ അത് ആരായിരുന്നു പറഞ്ഞത്? അയ്യോ, അദ്ദേഹത്തിന്റെ ഒരു കവിയാണ്. ഓർക്കുമ്പോ ഇടയ്ക്ക് പറയാം. ഓക്കെ, സാരമില്ല, അത് കുഴപ്പമില്ല, അത് സാരമില്ല. അപ്പൊ എന്നാൽ ഇന്ന് പലരും കുട്ടികൾ, ഈ ഒരു കൗമാരപ്രായം കഴിഞ്ഞ് വളർന്നു വരുന്ന കുട്ടികൾ, അവരുടെ മുഖത്തിൻ്റെ ഭംഗിയോ അവരുടെ കളറോ അവരുടെ പൊക്കമോ ഇതൊക്കെ ഒരു പേഴ്സണാലിറ്റിയെ അഫക്റ്റ് ചെയ്യുന്ന ഒരു അപകർഷതാബോധമല്ല, സെൽഫ് എസ്റ്റീം കുറഞ്ഞ ആളുകളെ തീരാൻ സാധ്യതകളുണ്ട് ഇതൊക്കെ. അപ്പോൾ അതിനെ എങ്ങനെയാണ് അതിജീവിച്ചത്? എനിക്കിത്രേ പറയാനുള്ളൂ. നമുക്കുള്ളതൊന്നും മറ്റുള്ളവർക്ക് ഇല്ല നമ്മൾ അങ്ങോട്ട് വിശ്വസിക്കുക. എനിക്കുള്ളതൊന്നും അവർക്കില്ല, അവർക്കുള്ളതൊന്നും എനിക്കും ഇല്ല. പക്ഷെ അവർക്ക് നമ്മൾ യുണീക്കാണ്. ഹലോ, നമ്മൾ യുണീക്കാണ്. അതെ, അവർക്ക് ഓരോരുത്തരും. എനിക്ക് നല്ലവണ്ണം വർത്താനം പറയാൻ അറിയാം, അത് അവർക്കില്ല. എനിക്ക് നല്ലവണ്ണം ഓടാൻ അറിയാം, അത് അവർക്കില്ല. എന്റെ തൊലിയുടെ നിറമൊക്കെ ഒരുപക്ഷെ അവരിലും കുറവാണേലും പക്ഷെ അതിന്റെ ആ ഘടനയൊക്കെ അവരിൽ നിന്ന് വ്യത്യസ്തം, നല്ലതാ. അങ്ങനെ നമ്മളെ തന്നെ പോസിറ്റീവായിട്ട് 10 പ്രാവശ്യം ഒന്ന് പറഞ്ഞേ, നമുക്ക് എനർജി ഉണ്ടാകും, ഒരു സംശയവും വേണ്ട. ഇപ്പൊ എനിക്ക് KS ചിത്ര പാടുന്ന പോലെ ഈണത്തിൽ പാടാൻ മെലോഡി എനിക്കറിയത്തില്ല, പക്ഷെ അതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞോട്ടെ. പണ്ട് ഞാൻ പാട്ടൊക്കെ പാടുമ്പോ സ്കൂളിൽ എന്നെ മാറ്റി നിർത്തും, കാര്യം എന്റെ ശബ്ദം കറവറാന്നാ. അവസാനം ലജ്ജയായിരുന്നു പാടാൻ. അപ്പൊ ഞാൻ മൂക്കിൽ കൂടെ ഒക്കെ പാടി നോക്കി, ഒരു രക്ഷയില്ല. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോ പിന്നെ പാടാതായി. ഞാൻ എന്നാലും പാടും, എനിക്ക് ലജ്ജയൊന്നുമില്ല, ഞാൻ കിടന്ന് അലറി അങ്ങ് പാടും. പക്ഷെ എനിക്ക് ഈ പോസിറ്റീവ് എനർജി തന്നെ ആരാന്നറിയാം? ഉഷാ ഉതുപ്പിന്റെ പാട്ട് കേട്ടപ്പോഴാണ് എനിക്ക് അടിപൊളി തോന്നിയത്. ഉഷാ ഉതുപ്പിന്റെ ശബ്ദം പോലൊക്കെ തന്നെയാണല്ലോ എൻ്റെ. അങ്ങനെ പിന്നെ ഞാനങ്ങ് പാടി തുടങ്ങി. അതുകൊണ്ടാണ് ഞാൻ ലജ്ജയില്ലാതെ, ആളുകളൊക്കെ എന്നോട് പറയും ഇത് വേറെ, പക്ഷെ എനിക്ക് ലജ്ജയില്ലാതായത് ആ ഉഷാ ഉതുപ്പ്. അപ്പൊ നമുക്ക് വേറൊരാളിൽ നിന്ന് ഒരു പോസിറ്റീവ് എനർജി ഇങ്ങോട്ട് ലഭിക്കും, നമ്മളത് എടുക്കണം. ഓക്കെ, അപ്പം ഈ നമ്മുടെ ജീവിതത്തിൽ അപകർഷതാബോധം നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്ന് തോന്നുന്ന പലതും അങ്ങനെ അതിനെപ്പറ്റി ചിന്തിച്ച് സമയം കളയാതെ നമ്മൾ ഉള്ള കാര്യങ്ങളെ നന്മ കണ്ടെത്തി അത് മറ്റുള്ളവരിലേക്ക് പകരാൻ ശ്രമിക്കുന്നതാണ് അപകർഷതാബോധത്തെ അതിജീവിക്കാൻ വേണ്ട ഒരു കാര്യമെന്നാണ്. ഓക്കെ, കമ്മിങ് ബാക്ക്, നമ്മൾ നമ്മുടെ വിവാഹ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നു. ആ സമയത്ത് വളരെ ആഗ്രഹപ്രകാരം സ്വപ്നം പോലെയാണ് ഒരു ഭർത്താവിനെ കിട്ടിയത്. എന്നാൽ അദ്ദേഹം വളരെ ബഹുമാനിക്കപ്പെടുന്ന സമൂഹത്തിൽ വ്യക്തി മുദ്ര പതിപ്പിച്ച ഒരാളായിരുന്നു എന്നാണ് പറഞ്ഞത്. തുടർന്നു. അതെ, പുള്ളി ഈ പള്ളൂർ ദേശത്ത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള വ്യക്തിയാണ്. ഒരു അഡ്വക്കേറ്റ് ആണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രൊഫഷനിലേക്കും പിന്നെ പുള്ളി രാഷ്ട്രീയക്കാരനുമായിട്ട് അതിലായിരുന്നു കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു അദ്ദേഹം എന്നിൽ ഓവർ കോൺഫിഡൻസ് കണ്ടിട്ടുണ്ടാകുന്ന എന്റെ തോന്നല്, എന്റെ കണക്കൂട്ടൽ. ഇപ്പോഴാണ് ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ട് അവള് കാര്യമൊക്കെ നോക്കിക്കോളും.
ഇത് ആ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കോൺഫിഡൻസ് അദ്ദേഹത്തിന് എന്നിൽ കണ്ടിട്ടുണ്ടാകും. ഉം. എന്തായാലും അത് കഴിഞ്ഞു, ആ ജീവിതം കടന്നു. ഉം. കടന്ന് അദ്ദേഹം മൂലമാണ് എനിക്ക് ഭാരതമാതാ കോളേജ് ജോലി കിട്ടുന്നത്. ഉം. കാര്യം അദ്ദേഹത്തിനോടും അന്നത്തെ അദ്ദേഹത്തിന്റെ പ്രവൃത്തികളോടുള്ള ഒരു 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 അഡ്മിറ്റ് ചെയ്യുന്ന, അതിനെ അംഗീകരിക്കുന്ന ഒരു അദ്ദേഹത്തിന്റെ മാനേജ്മെന്റ് ഒരു ഇൻഫ്ലുവൻസോടുകൂടി. സാറിന്റെ പേര് പറയാമോ? പറഞ്ഞു. വി ഐ മാണി പറഞ്ഞോളൂ. വി ഓക്കെ, ഐ അഡ്വക്കേറ്റ് വി ഐ മാണി. അഡ്വക്കേറ്റ് വി എ മാണി സാർ. ഓക്കെ. അപ്പൊ അദ്ദേഹത്തിന് ആ എറണാകുളം രൂപതയിലെ അന്നത്തെ ബിഷപ്പായിരുന്ന മങ്കുഴിക്കരി പിതാവ് എന്ന് പറയും, ഉം. അദ്ദേഹം വഴിയാണ് എനിക്ക് ആ ഭാരതമാതാ കോളേജിൽ ജോലി കിട്ടുന്നത്. 10 വയസ്സോടെ ആകെ 100 രൂപ എനിക്ക് ചെലവുണ്ടായത് എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ഫോമിന് മാത്രം. ബാക്കിയൊക്കെ എനിക്ക് അവിടെ ജോലി തന്നത് അദ്ദേഹമാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഇൻഫ്ലുവൻസിലാ ജോലി കിട്ടുന്നതും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരിക്കൽ പോലും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ആ ജോലിയിൽ അദ്ദേഹത്തിന്റെ കൈകടത്തലൊന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് അവിടെ പോയി ജോലി ചെയ്യാം. ഫ്രീ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വാതന്ത്ര്യത്തോടു കൂടി തന്നെ നമുക്കവിടെ ജോലി ചെയ്യാം. പുള്ളിയാണ് കല്യാണം കഴിഞ്ഞു വന്ന് ആദ്യമായിട്ട് എനിക്കൊരു പബ്ലിക് സ്റ്റേജ് തരുന്നത്. ആരോ ചോദിച്ചു, ടീച്ചറിന്റെ അങ്ങനെ, അപ്പൊ അവളെ വിളിച്ചോളൂ, അത് പ്രസംഗിച്ചോളൂ. ആദ്യത്തെ എനിക്കൊരു പബ്ലിക് സ്റ്റേജ് ഇദ്ദേഹം വഴിയാണ് കിട്ടുന്നത്. അന്നത്തെ ആദ്യത്തെ പ്രസംഗത്തെ പറ്റി ഓർക്കുന്നു? ഉണ്ട്. ഒരു സ്കൂൾ ആനിവേഴ്സറിയാ. ഒരു സ്കൂളിൽ ആനിവേഴ്സറിയാണ്. ഒരു പെരുമ്പടപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്കൂളിൽ ആനിവേഴ്സറിക്കാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. അപ്പൊ ആനിവേഴ്സറിക്ക് വിളിച്ചപ്പം അന്ന് ഒരു അധ്യാപകനും ഒരു വിദ്യാർത്ഥിയും ഒരു പേരന്റും തമ്മിലുള്ള ഒരു ട്രിപ്പിൾ ആക്ഷൻ ആണ്. ഒരു വിദ്യാഭ്യാസം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതായിട്ട് എൻ്റെ ഒരു ഓർമ്മയിൽ കിടക്കുന്നത്. മാത്രവുമല്ല, അന്ന് ഞാൻ ഈ വേദപുസ്തകത്തിനകത്തുനിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുള്ളത് കൊണ്ട് ഈ നല്ലൊരു ഗുരു സദൃശവാക്യങ്ങൾ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ നിന്ന് ചിലതൊക്കെ നമ്മളെ വല്ലാതെ ഞാൻ മലങ്കര ആയതുകൊണ്ട് ഒത്തിരി നമുക്ക് ഈ ബൈബിൾ അറിയാമെന്ന കാരണത്താലാണ് എനിക്ക് ചേർത്തല ജോലി കിട്ടുന്നതും നിങ്ങൾക്ക് ബൈബിൾ കുറച്ചുകൂടി നന്നായിട്ടൊക്കെ അറിയാമല്ലോ എന്ന കാരണത്താലാണ് ഭാരതമാതാ കോളേജിൽ അന്നത്തെ മാനേജ്മെന്റ് എനിക്ക് ജോലി ചെയ്തത്. അവർക്കറിയത്തില്ലല്ലോ, നമ്മൾ അത്രയ്ക്കൊന്നും അതിൽ വർത്തൊന്നും അല്ലെന്ന് അവർക്ക് അറിയത്തില്ലല്ലോ. എങ്കിലും അവരെന്നെ സംതിങ് ഡിഫറൻ്റ്ലി സ്പെഷ്യൽ ആയിട്ട് അവർ കണ്ടിരുന്നു എന്നുള്ളത് ഇപ്പോഴെനിക്കത് ഓർക്കുമ്പോൾ ദൈവത്തോട് നന്ദിയാണ്, സ്നേഹമാണ്. അന്നേ ദൈവം എന്നെ ഇതിലൊക്കെ കണ്ടിരുന്നല്ലോ. അപ്പൊ അതിനെ തുടർന്ന് ആ സ്കൂളിൽ അത് കഴിഞ്ഞിട്ട് അന്ന് അവിടെ പഠിച്ച ഒരു പിള്ളേരുടെ ഒരു അമ്മ അന്ന് അവിടെ സ്കൂളിലുണ്ടായിരുന്നു. ആ അമ്മ കാക്കനാട് എവിടെയോ കളക്ടറേറ്റിലും കണ്ട് ജോലിയും കഴിഞ്ഞു. ഒരു ദിവസം ഞാൻ ബസ്സിൽ ഇങ്ങനെ, കാക്കനാടാണ് വർക്കിന് വരുന്ന വഴിക്ക് ഇവരെന്നെ ബസ്സിൽ വെച്ച് കണ്ടു കഴിഞ്ഞിട്ട് എഴുന്നേറ്റിട്ട് പറയാം, ടീച്ചറെ അന്ന് ടീച്ചർ പറഞ്ഞ പ്രസംഗമില്ലേ, അതിന്നും എന്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ദൈവം ഇതെന്താ പറഞ്ഞു, ഞാൻ ഓർക്കുന്നൊന്നുമില്ല. അപ്പൊ നമ്മള് എത്ര മറ്റുള്ളവർക്ക് അത് പ്രയോജനപ്രദമായി തീർന്നു. ദൈവം വായിലൂടെ വന്നത് തന്നു. അതാണ് അത് അദ്ദേഹമാണ്. പിന്നെ എനിക്ക് നിൽക്കേണ്ടി വന്നിട്ടില്ല. എവിടെ എപ്പോ നോക്കിയാലും ആഴ്ച പ്രസംഗം. ഒന്നീ സ്കൂളിലായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ശ്രീനാരായണ ഗുരുവിന്റെ ചതയമോ ജയന്തിയോ ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആയിരിക്കും, അല്ലെ പബ്ലിക് ആക്ടിവിറ്റി രാഷ്ട്രീയമായിരിക്കും. ഇങ്ങനെ പ്രസംഗിച്ച് നടന്ന് അത് ഇദ്ദേഹമാണ് അതിന് കാരണം. ഇദ്ദേഹമാണ് വേദി ഒരുക്കി തന്നത്. പിന്നീട് കുട്ടികളും പിന്നെ കുടുംബജീവിതവും ഒക്കെ ആയിട്ട് എങ്ങനെയാണ് മാനേജ് ചെയ്തത്? ജോലിയും ലൈഫും പിന്നെ ഒത്തിരി ബിസി ആയി പോയെന്ന് പറഞ്ഞു. അത് പറയട്ടെ, ഞാൻ ഇന്നും 2:45-3 മണിയാകുമ്പോൾ വെളുപ്പിനെ ഉണരും. കാര്യം എനിക്ക് കാക്കനാടിനാണ് പോകേണ്ടത്. അപ്പോൾ ഉണർന്ന് 3 കുഞ്ഞുങ്ങളാണ്. അപ്പൊ ഈ കുഞ്ഞു മക്കൾക്ക് 4 മണി വരെയുള്ള പലഹാരം വരെ ഉണ്ടാക്കി വെച്ചിട്ട് വേണം ഞാൻ പോകുന്നത്. കാരണം അദ്ദേഹം 10 മണിയാകുമ്പോൾ കോടതിയിലേക്ക് പോയിട്ട് പിന്നെ രാത്രി 9 ഞാൻ വരികയുള്ളൂ. അപ്പൊ അദ്ദേഹത്തിന് അതൊന്നും പറ്റത്തില്ല. എങ്കിലും അദ്ദേഹം പിള്ളേരെ കുളിപ്പിക്കാനും ഒക്കെ സഹായിക്കുമായിരുന്നു. അപ്പൊ എനിക്ക് 8:15 കോളേജിലേക്ക് പോകണം വീട്ടിൽ നിന്ന്. അപ്പൊ അതിനു മുമ്പ് രാവിലത്തേത്, ഉച്ചക്കലത്തേത്, 4 മണിക്കലത്തേതും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ഞാനങ്ങ് പോകും. പോയിട്ട് വരുന്നു കഴിഞ്ഞിട്ടാണ്, അന്ന് വാഷിംഗ് മെഷീൻ ഒന്നും ഇല്ല, വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ തുണി അലക്കുന്നത് മിക്കവാറും 6 മണിക്ക് ശേഷമാണ്. അപ്പൊ ഞങ്ങളുടെ അയൽവക്കക്കാർ 6 മണിക്ക് ശേഷം തുണിയിട്ട് അരിച്ച് അലക്കുന്ന ഒച്ച കേട്ടെന്നാ എന്തോ കൊള്ളത്തില്ലെന്നൊക്കെ പറയും. ഞാനത് അങ്ങനെ എന്റെ വീട്ടിലെ എല്ലാ ജോലിയും തീർത്തിട്ടാണ് പോകുന്നതും. വന്നു കഴിഞ്ഞ് ബാക്കി ജോലി ചെയ്യുകയും ചെയ്യും. എന്റെ കുഞ്ഞുമക്കൾക്ക് നല്ല ഫുഡ് ഒരു കാലത്ത് ഞാൻ മുടക്കിയിട്ടില്ല. 4 മണിക്ക് എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ കോളേജിൽ ക്യാൻറ്റീനിൽ നിന്നെങ്കിലും വാങ്ങിച്ചോണ്ട് വരും. എന്റെ യാതൊരു ഉത്തരവാദിത്വങ്ങളും ഞാൻ മുടക്കിയിട്ടില്ല, ഒരിക്കൽ പോലും മുടക്കിയിട്ടില്ല. അത് ചെയ്യുമായിരുന്നു. അത് ഇന്നത്തെ പിള്ളേരോടൊക്കെ എനിക്ക് പറയാം, എന്തോ നിങ്ങൾ കാണിക്കുന്നത്, നിങ്ങൾക്ക് കടയിൽ നിന്ന് സാധനങ്ങളും വാങ്ങിച്ച് പിള്ളേർക്ക് കൊടുക്കാമല്ലോ, നിങ്ങൾ എന്തിനിങ്ങനെ ദൈവം തന്ന ജീവിതത്തെ ആസ്വദിക്കുക. അത് നമ്മുടെ ഡ്യൂട്ടി ചെയ്തുകൊണ്ട് വേണം ആസ്വദിക്കാൻ. അല്ലാതെ അയ്യോ പൊത്തോന്നും പറയുന്നത്, ഭർത്താവ് സഹായിക്കുന്നെങ്കിൽ സഹായിക്കട്ടെ,
ഒരു അഡ്വക്കേറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അങ്ങനെയൊന്നും സഹായിക്കാൻ പറ്റത്തില്ലെന്നേ. അവരുടെ പ്രൊഫഷൻ അതാണ്. ഇച്ചിരി രാഷ്ട്രീയം കൊണ്ടെനിക്ക് പറ്റത്തില്ല. എങ്കിലും അങ്ങനെ അദ്ദേഹം സഹായിക്കുമായിരുന്നു. ഞങ്ങൾ ജീവിച്ചു. അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തില് ഞാൻ പറയല്ലേ, NSS കോളേജിൽ NSS ഞാൻ ആദ്യത്തെ ഒരു 4-5 കൊല്ലം പ്രസവമായിരുന്നു. 80 ജോയിൻ ചെയ്ത് 81 മുതൽ പ്രസവം 81, പ്രസവം 82, പ്രസവം 84, പ്രസവം 3 കുഞ്ഞുങ്ങൾ. ഈ കാലഘട്ടങ്ങളിൽ കോളേജിൽ നിന്നൊക്കെ ഒരുപാട് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. സമയത്തിനൊന്നും എത്താൻ പറ്റുന്നില്ല. അപ്പൊ 85-ന് ശേഷമാണ് ഞാനൊന്ന് നേരെ നിൽക്കുന്നത്. അതുവരെ കുഞ്ഞുങ്ങളെ വളർത്തലും വീട്ടിലെ ഇഷ്യൂസും സാമ്പത്തിക ഞെരുക്കവും, വീട്ടിൽ നിന്ന് മാറി താമസിക്കുമ്പോൾ വാടക വീട്ടിലേക്ക് പോകുന്നതും. അങ്ങനെ 93-ലാണ് ഈ വീട് വിൽക്കുന്നത്. 93 വരെ വാടക വീട്, കുഞ്ഞുങ്ങൾ പറ്റത്. പക്ഷെ 88-ന് ശേഷമാണ് ഞാൻ കോളേജിൽ വളരെ ആക്റ്റീവ് ആകുന്നത്. 88-ന് ശേഷം ആദ്യം ഞാൻ എന്നെ NSSന്റെ ഭാരവാഹിയാക്കി. 3 കൊല്ലം പ്രോഗ്രാം ഓഫീസർ. ഞാൻ ഈ പ്രോഗ്രാം ഓഫീസർ എന്ന് പറഞ്ഞ ചുമ്മാ ഓരോരുത്തർ ചെയ്യുന്ന പോലെ ഫോണിലൂടെ അല്ല, ഞാൻ ഫുൾ ടൈം ആ കുട്ടികളോട് തന്നെ ഉണ്ടാകും. 10 ദിവസം സ്പെഷ്യൽ ക്യാമ്പ് ഉണ്ടാകും ഏതെങ്കിലും ഔട്ട് സ്റ്റേഷനില്. ഞാൻ അവിടെ പോകും. 3 ദിവസം കോളേജിലുണ്ടാകും. സാറ്റർഡേസിലൊക്കെ ഞാൻ എന്നെ എന്റെ പുള്ളി അതുപോലെ എൻ്റെ കൂടെ സഹകരിക്കുകയും ചെയ്യുമായിരുന്നു. അന്ന് ഒരു സെർവന്റിനെ കിട്ടിയെങ്കിലും സെർവന്റ് ഒന്നും അത്ര വേർത്തൊന്നും ആയിരുന്നില്ല. പക്ഷെ പുള്ളിയും സഹകരിക്കുക. കുഞ്ഞുങ്ങളും അതുപോലെ ചിലപ്പോൾ ക്യാമ്പിന് പോകുമ്പോൾ ഞാൻ കുഞ്ഞുമക്കളെയും കൂടെ കൊണ്ടുപോകും. അത് കഴിഞ്ഞിട്ട് NSS കഴിഞ്ഞു. പിന്നെ കോളേജ് യൂണിയന്റെ ഒരു സ്റ്റാഫ് അഡ്വൈസറായിട്ട് ഞാനും കൂടെ കൂടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇഷ്ടം എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങുന്നത്. ഇഷ്ടം എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയപ്പോൾ ഞങ്ങൾ ഒരു പ്രോഗ്രാമായിട്ട് ഞാൻ പറയാം, എൻ്റെ കൂടെ വേറൊരു സാറൂടെ ഉണ്ട്. അപ്പം നമുക്ക് ആ ടീമിനെ മുഴുവൻ വിളിക്കാവുന്നവർക്ക് സിബി മലയിലാണെന്ന് എനിക്ക് തോന്നുന്നു ആ സിനിമ പിടിച്ചത്. ആ സിബി മലയിൽ നവ്യ നായരും എല്ലാ ടീമിനെ തന്നെ കോളേജിൽ കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് വെച്ച് ഞങ്ങളുടെ കോളേജിൽ നിന്ന് തന്നെ ഞങ്ങൾ ഇതിന് കൊണ്ടുപോകും. നാടകത്തിന്റെ മത്സരത്തിൽ, യൂണിവേഴ്സിറ്റിയുടെ മത്സരത്തിൽ നാടകത്തിൽ ടീമിനെ കൊണ്ടുപോവുക. അത് കഴിഞ്ഞ് ഞാൻ പറയും, എനിക്കറിയത്തില്ല ഇപ്പൊ എന്താ ചെയ്തതെന്ന് ഓർമ്മ. ഇതൊന്നും വല്ല അപ്രീസിയേഷൻ ഉണ്ടോ? ഇല്ല. അക്സെപ്റ്റൻസ് ഉണ്ടോ? ഇല്ല. പിന്നെ ഞങ്ങൾ മൈൻഡ് ചെയ്യത്തില്ല. എൻ്റെ ഒരു ക്യാരക്ടർ ഞാൻ മൈൻഡ് ചെയ്യത്തേ ഇല്ലായിരുന്നു. എന്നെ ഏൽപ്പിച്ച് ജോലി ചെയ്യുക. അങ്ങനെ അത് കഴിഞ്ഞ് കോളേജിൽ ഏറ്റവും വലിയൊരു തമാശയാണ്, ഞങ്ങളുടെ കോളേജ് ഡിപ്പാർട്ട്മെന്റിൽ ഞങ്ങൾക്കൊരു കോഴ്സ് വന്നു. അതുവരെ ഞങ്ങൾ സെക്കൻഡ് ലാംഗ്വേജ് വരായിരുന്നു. ഞങ്ങൾക്ക് BA കോഴ്സ് വന്നു. BA കോഴ്സ് വന്നപ്പോൾ വൊക്കേഷണൽ കോഴ്സാണ്. വൊക്കേഷണൽ കോഴ്സിലെ ഒരു പേപ്പർ കമ്പ്യൂട്ടറാണ്. ആ കമ്പ്യൂട്ടർ പേപ്പറാണ്. ഡിപ്പാർട്ട്മെന്റ് കമ്പ്യൂട്ടർ ഒന്നുമില്ല. അന്ന് ആക്ടിങ് ഹെഡ് ഞാനാണ്. വേറൊരു സാറാണ്. സാറിന് താല്പര്യമില്ലാത്തതുകൊണ്ട് എന്നെ ആക്കിയത്. ഞാൻ എന്നിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ, അവിടുത്തെ ഒരു അധ്യാപകന്റെ മകൻ ഒരു കമ്പ്യൂട്ടർ സ്ഥാപനം നടന്നിട്ട് അവന്റെ അടുത്തുനിന്ന് 2 കമ്പ്യൂട്ടർ ഇൻസ്റ്റാൾമെന്റിന് ഞാൻ വാങ്ങിച്ച് അവിടെ കോളേജിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോഴും അതുണ്ടോന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ കമ്പ്യൂട്ടർ ഇങ്ങനെയെല്ലാം കഴിഞ്ഞിട്ട് പിള്ളേരാരും കഥകളി കണ്ടിട്ടില്ല, പിള്ളേരാരും ചവിട്ടുനാടകവും കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം, നമുക്കിത് വരുത്താം എന്നും പറഞ്ഞ് ഇന്നിപ്പോ നമ്മൾ ചാളമേരി എന്ന് പറയുന്ന ഒരു നടിയുണ്ടല്ലോ, ചാളമേരി, അതൊരു ഫോട്ടോ വെച്ച് മട്ടാഞ്ചേരി എന്റെ പുള്ളി വഴിയായിട്ട് ഞാൻ അവരെയൊക്കെ കണ്ട് അവർ ഞങ്ങളുടെ കോളേജിൽ വന്ന് ചവിട്ടുനാടകം അവതരിപ്പിച്ചപ്പോ കാണാനായിട്ട് ഞാനും ഉണ്ട്, അന്നത്തെ പ്രിൻസിപ്പാളും ഉണ്ട്, ഞങ്ങളുടെ പിള്ളേര് 10 പിള്ളേരും. ഒറ്റ ഒരാളും കാണാനില്ല. ചവിട്ടുനാടകം കണ്ടു. അത് കഴിഞ്ഞ് പിള്ളേരാരും കഥകളി കണ്ടിട്ടില്ല. അപ്പൊ കോട്ടയത്തുള്ള ഒരു ടീമിൽ നിന്ന് കുറച്ച് പേരെ വിളിച്ചിട്ട് അത്യാവശ്യം നടന്നിരുന്ന കഥകളി ആ കോളേജിൽ കാണിച്ചു. കാര്യം നമ്മുടെ കയ്യിൽ നിന്നും കൂടെ ഒക്കെയാണ് ഈ കാശ് പോകുന്നതൊക്കെ. ആരും വേറെ ആരും തരാനില്ല. പിള്ളേരിന് ചെറിയ പിരിവൊക്കെ എടുക്കും. അപ്പൊ അങ്ങനെ പിള്ളേരുടെ ആവശ്യമുള്ളത്. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ കരിയർ ഗൈഡൻസ്, പിന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ കാര്യങ്ങള്. ഇതെല്ലാം വളരെ ആക്റ്റീവായിട്ട് ഓരോ കാര്യങ്ങളും ചെയ്തു എന്ന് ഓർക്കുമ്പോൾ ഇപ്പോൾ അന്ന് അപ്രീഷിയേഷൻ കിട്ടിയില്ലെങ്കിലും മുമ്പ് പറഞ്ഞ പോലെ ബസ്സിൽ യാത്ര ചെയ്തപ്പോൾ പണ്ട് പ്രസംഗിച്ച ആ പ്രസംഗം ആ അമ്മ ഓർത്തിരുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ അത് പ്രയോജനമായിരുന്നു, ആൾക്കാർക്ക് അത് നന്മയായിരുന്നു എന്നതാണ് പറഞ്ഞോട്ടെ. അതായത് ഞാൻ ആ കാലഘട്ടത്തിൽ സെൻ എന്ന് പറയുന്ന ആളിന്റെ ഒരു കാര്യം ഞാൻ വായിക്കാനിടയായിട്ട് അത് എന്റെ ജീവിതത്തിൽ അത് ആപ്ലിക്കബിൾ ആക്കി. സെൻ എന്ന് പറയാൻ അറിയാമല്ലോ, സെൻ ചിന്തകള്. അപ്പൊ അതിൽ പറയുന്നുണ്ട് മനുഷ്യന് 4 സ്റ്റേജാണ്. ഒന്നാമത്തെ സ്റ്റേജ് മനുഷ്യ സ്റ്റേജ്. രണ്ടാമത്തെ സ്റ്റേജ് അതായത് മൃഗങ്ങളെല്ലാം കൂടെ കൂടിയിട്ട് പറയാണ് നമ്മളെക്കാളും ബുദ്ധിമാനായിരിക്കുന്ന ഈ മനുഷ്യർക്ക് എന്താ 25 വയസ്സ് വരെ ആയുസുള്ളൂ. 25 വയസ്സ് വരെ മനുഷ്യനായിട്ട് ജീവിക്കും. പിന്നത്തെ 25 വയസ്സ് കുതിര പറഞ്ഞ് ഞാൻ കടം തരാം. കുതിര 50 വയസ്സ് കുതിര കഴിഞ്ഞ് പിന്നെ 25 വയസ്സ് വരെ കഴുത പറയുന്നത് ഞാൻ തരാം. കഴുത തന്നു. പിന്നെയുള്ള വയസ്സ് വാതിൽക്ക കിടക്കുന്ന പട്ടി പോലെ. ഇത് ഞാൻ ഒരിടത്ത് പ്രസംഗിച്ചു കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് ഒരു ദിവസം എൻ്റെ കൂടെയുള്ള ഈ പാടിവട്ടത്തുള്ള ഒരു ടീച്ചറിന്റെ വീട്ടിൽ ഞങ്ങളുടെ അവിടെയുള്ള ഒരു പണിക്കാരൻ പണിക്ക് പോയപ്പോൾ ഈ ടീച്ചർ പറഞ്ഞു, വളരെ ഞങ്ങൾ ആലീസ് ടീച്ചർ, എൻ്റെ ടീച്ചറെ ആ ടീച്ചർ പ്രസംഗിച്ചത് ഇപ്പോഴും കേട്ടിട്ട് ഞാൻ തുള്ളു കാണും നിന്നോട്ട്.
ഉം. എന്നോട് വന്നിച്ചിത് പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് എന്താ വെച്ചാൽ, ഉം. നമ്മുടെ വായിൽ നിന്ന് വീഴുന്ന ഒരു വാക്ക് ഉം. 10 പേരിൽ ഒരാൾക്കെങ്കിലും അത് യൂസ്ഫുൾ ആകുന്നുണ്ടല്ലോ. ഉം. ഉം. ഞാൻ അതാണ് അതിനെ കാണുന്നത്. ഒരാൾക്കെങ്കിലും, ഉം. അത് 9 വരെ വിട്ടേക്കുക, ഉം. ഒരാൾക്കെങ്കിലും അത് യൂസ്ഫുൾ ആണെങ്കിൽ അതാണ് ബെസ്റ്റ്. എന്നിട്ട് കുഞ്ഞുങ്ങളോട് എല്ലാവരോടും, ഈ ലോകത്തുള്ളവരോട് പറയുന്നത്, ജീവിതത്തിൽ ഒരുപാട് കഷ്ടങ്ങൾ വരും. എന്നെ സംബന്ധിച്ച് ഒത്തിരി 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 റിജക്ഷൻ, ഒരുപാട് പേര് എന്നെ തള്ളിക്കളഞ്ഞ, ആക്ഷേപിച്ച് പുച്ഛിച്ച്, എനിക്ക് അത്ര ഊമക്കത്ത് വന്നിട്ടുണ്ടെന്നറിയാം കോളേജിൽ, ഉം. സ്റ്റുഡൻസിൽ നിന്നൊക്കെ. അവർക്ക് ആർക്കും സഹിക്കുന്നില്ല. അവർ ഞങ്ങളുടെ കോളേജിൽ ആണുങ്ങളുടെ കോളേജായിരുന്നു, പിന്നീട് അത് പെണ്ണുങ്ങളും കൂടെ വന്നപ്പം ലേഡി ടീച്ചേഴ്സിനെ എടുത്തു കഴിഞ്ഞപ്പോൾ ലേഡീസ് എന്തോ, ഞാനൊരു ഒരു വല്ലാത്തൊരു വെകിളി പിടിച്ച. ഇനി ഏറെ പറയട്ടെ, ആ കോളേജിൽ ഒരിടത്ത് പോലും ആ കലണ്ടറിൽ ഡയറക്ടറി ഉണ്ടാവൂല, ഉം. ഈ ആലീസിന്റെ പേരുണ്ടാകത്തില്ല. ഏതെങ്കിലും ഒരു കാര്യത്തിന് ഏറ്റെടുത്തതിന്റെ പേരുണ്ടാകില്ല. ഉം. ആ റിട്ടയർ ചെയ്തപ്പോൾ ഒരു ഫോട്ടോ പോലും എന്റെ കോളേജിന്റെ ഭിത്തിയിലില്ല. ഇനി ഏറെ റിട്ടയർ ചെയ്തപ്പോ സമയത്ത് അവിടെ പിള്ളേർക്ക് ലെറ്റർ അയച്ചു പോലും, ആലീസ് ടീച്ചർ റിട്ടയർ ചെയ്യുന്നു, അതുകൊണ്ട് നമുക്ക് ടീച്ചറിന് എന്തൊക്കെ സമ്മാനം കൊടുക്കണ്ട, അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും 100 രൂപ വീതം കൊണ്ടുവന്നു അത് സഹകരിക്കണമെന്ന് പറഞ്ഞിട്ട് ഒറ്റ കുട്ടി, ആകെ 25 പിള്ളേരാ വന്നത്. ഉം. അത്ര തിക്തമായ കൈപ്പേറിയ അനുഭവം എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഉം. അപ്പോഴും ഞാൻ മൈൻഡ് ചെയ്യത്തില്ല. ഉം. ഞാൻ ചെയ്യുമായിരുന്നു. എല്ലാ കുട്ടികളും, എല്ലാവരോടും എനിക്ക് പറയാനുണ്ട്, ഭാരതമാതാ കോളേജിൽ പള്ളുരുത്തിയിൽ നിന്ന് പോകണമെങ്കിൽ 1.25 മണിക്കൂർ അങ്ങോട്ട് യാത്ര. അന്ന് ഞാൻ ചെയ്തിരുന്ന, വാത്തുരുത്തി എത്തുമ്പോൾ ഞാൻ എൻ്റെ വീടിനെ ഞാൻ പുറകോട്ട് എറിഞ്ഞു കളയും. നിങ്ങൾ എൻ്റെ കൂടെ നിന്ന് വന്നേക്കുന്നത് വീടിനെ പുറകോട്ട്. ആ വാത്തുരുത്തി മുതൽ കാക്കനാട് വരെ, എൻജിഒ ക്വാർട്ടേഴ്സ് വരെ എൻ്റെ കോളേജും, ആ വാഴക്കാല വരെ എൻ്റെ മനസ്സ് മുഴുവൻ വഴിയോര കാഴ്ചകളും പാട്ടും പുതിയ കൃതികളുമായിരിക്കും. തിരിച്ചു വരുമ്പോഴും ഇതുപോലെ തന്നെ. ആ ഭാരതമാതാ കോളേജ് മുതൽ വാഴക്കാല വരെ വരുമ്പോൾ കോളേജിനെ ഞാൻ വെച്ച് റോഡിലോട്ടറി പുറകോട്ട് വിൽക്കും. പിന്നെ ഇങ്ങ് വരുമ്പോൾ വാത്തുരുത്തി വരെ വഴിയോര കാഴ്ചകൾ, ഉറക്കം, വാത്തുരുത്തി കഴിഞ്ഞ് വീട്ടിൽ. ഇങ്ങനെ എൻ്റെ ജീവിതത്തെ എൻ്റെ മനസ്സിനെ അങ്ങനെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോയത്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒന്നും എന്നെ ഭാരപ്പെടുത്തിയില്ല. എന്നെ ഏറ്റവും കൂടുതൽ ഭാരപ്പെടുത്തിയ ഒറ്റ കാര്യമുള്ളൂ, എൻ്റെ ഹസ്ബൻഡിന്റെ വയ്യായികയായിരുന്നു. നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ നേരമായതുകൊണ്ട് ഞാൻ അതിലേക്ക് വേഗം കടക്കുന്നത്. എൻ്റെ ഒരു 10 പിള്ളേരുടെ ഇടയിലേക്ക് വന്നു കയറിയെങ്കിൽ എൻ്റെ കൂടെ ഞാൻ ഒരു കൂട്ടം കൂടി നടന്നാ പോകുന്നുവെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് നടക്കാൻ എനിക്ക് പറ്റും. ആരും എന്നെ കൂടെ കൂട്ടാൻ അവർക്ക് പറ്റുന്നില്ല. ഒരു പക്ഷേ പേഴ്സണാലിറ്റിയുടെ ആണോ, അതോ ഇനി എന്നിൽ നിന്ന് അവരിലേക്ക് പ്രസരിക്കുന്ന ഏതെങ്കിലും വൈബ്രേഷൻ ആണോ, എനിക്കറിയത്തില്ല എന്താണ്. അതങ്ങനെയായിരുന്നു. പക്ഷേ ലാസ്റ്റ് അവിടെ ഓരോ കാര്യങ്ങളും നടത്തുമ്പോൾ എന്നെ അവോയ്ഡ് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് വിഷമമൊന്നുമില്ല. പക്ഷെ ഇപ്പൊ ഈ അടുത്തിടെ എന്നെ അവർ വിളിച്ച്, മിസ് NCCയുടെ എന്തോ ആയിരുന്നെന്ന് കേട്ടല്ലോ, ഉള്ളതാണോ? ഞാൻ ഒരു ഫോട്ടോ അയച്ചു കൊടുത്തതേ. ഞാൻ ലേഡീസ് പെൺകുട്ടികൾക്ക് അവിടെ NCC വന്നപ്പോൾ ആരും ഏറ്റെടുക്കാനില്ല, ഞാൻ ഏറ്റെടുത്തു. പക്ഷെ അന്ന് അവരെനിക്കൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, യൂണിഫോം ഇടണ്ടായിരുന്നു. അങ്ങനെ ഒരു പട്ടാളത്തിന്റെ കൊതി ആ NCCയുടെ ഇതിൽ ദൈവം ഫുൾഫിൽ ചെയ്ത് തന്നു. അത് എടുത്തു പറയാൻ കാരണം, ഞാൻ പറഞ്ഞില്ല എനിക്ക് പട്ടാളത്തിൽ ചേരണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നേ. ഹലോ ഹലോ കേൾക്കുന്നു. പട്ടാളത്തിൽ ചേരാൻ ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ. പക്ഷെ ആ പട്ടാളത്തിന്റെ കൊതി, NCCയുടെ ഒരു ഭാരവാഹിത്വത്തിന് ഫോട്ടോ ഞാൻ ഇപ്പോഴും ഇവിടെ എടുത്ത് വെച്ചിട്ട്, യൂണിഫോം ഇടണ്ട, അത് ചെയ്യാനായിട്ട് ആ NCC ഓഫീസേഴ്സിന്റെ കൂടെ എനിക്ക് നിന്ന ഒരു ഫോട്ടോ ഉണ്ട്. അപ്പൊ അത് എൻ്റെ ദൈവം എന്തെല്ലാം എനിക്ക് വേണം എന്ന് തമ്പുരാൻ കണ്ടിട്ടുള്ളതല്ല, അതൊക്കെ ഒരു ഭാഗത്തിൽ അത് നിറവേറ്റുവാൻ സാധിച്ചു എന്നാണ്. പിന്നെ ഭർത്താവിന്റെ കാര്യത്തെ പറ്റി പറഞ്ഞപ്പോൾ അവസാനം നമ്മുടെ ഒരു 3-4 മിനിറ്റാണ് നമുക്ക് ഇനിയും ശേഷിക്കുന്നത്. എനിക്കറിയാം അത് ഒരുപക്ഷെ 1-2 മണിക്കൂറുകൾ പറഞ്ഞാൽ തീരാത്തത്ര ജീവിതാനുഭവങ്ങളായിരിക്കാം ഇനിയുള്ളത്. അത് നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് ആ ഒരു കാര്യം എന്തായിരുന്നു, അവസാന കാലത്തെ ഭർത്താവിൻ്റെ രോഗം വേദനിപ്പിച്ചു എന്ന് പറഞ്ഞു, അത് ഉള്ള കാര്യം, അതും അതിനോടനുബന്ധിച്ചുള്ള വിഷമങ്ങൾ എന്തൊക്കെയായിരുന്നു? എൻ്റെ ഹസ്ബൻഡ്, ഞാൻ പറഞ്ഞ വളരെ സ്നേഹവാൻ, എന്നെ ഒരിക്കൽ പോലും എടീന്ന് വിളിച്ചിട്ടില്ല, ഒരിക്കൽ പോലും ആലീസ് എന്നുള്ള ഫുൾ നെയിം വിളിച്ചിട്ടില്ല. എന്നെ ആലീസു എന്താണ് ആലമ്മയെന്നായിരുന്നു വിളിച്ചിരുന്നത്. പുള്ളിക്ക് അത്രയ്ക്ക് വാത്സല്യത്തോടെ. ഇത് ഞാൻ പറഞ്ഞ, ഞാൻ ഈ ഒരു പല കാര്യങ്ങളിലും ഒരു വല്ലാത്തൊരു ഓവർ പേഴ്സണാലിറ്റി കാണിക്കുന്നതുകൊണ്ട് പുള്ളിക്കും വേണ്ടുമെന്ന് എൻ്റെ അടുത്ത് മിങ്കിൾ ചെയ്യാൻ പറ്റിയിരുന്നോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്തായാലും 2018 എൻ്റെ സർവീസ് 65 വയസ്സ് തികഞ്ഞപ്പോൾ ഞാൻ തീരുമാനിക്കുകയാണ്, ഇനി ഞാനൊരു ജോലിക്ക് പോകുന്നില്ല. എൻ്റെ പേരക്കുഞ്ഞുങ്ങളെയൊക്കെ ഇനി വളർത്തുക, അവര് വളർത്തുന്നു. അങ്ങനെ 2018 ഞങ്ങൾ രണ്ടുപേരുടെ തീരുമാനിച്ചത് നമുക്കുള്ള സ്വത്തും മക്കൾക്ക് ഭാഗം വെച്ച് കൊടുക്കാം. അങ്ങനെ അദ്ദേഹം വക്കീലായതിനാൽ ഒരു എഴുത്തുകാരനെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഞങ്ങൾക്കുള്ള കംപ്ലീറ്റ് സ്വത്ത് എല്ലാം 3 മക്കളുടെയും പേരിൽ, ഞങ്ങൾ അവിടെ പ്രത്യേകം ശ്രദ്ധിച്ചത്, പെൺകുട്ടി ആയതുകൊണ്ട് വേറെ ഇത് കൊടുക്കണ്ടെന്ന് നിങ്ങൾ തീരുമാനിച്ചില്ല.
പെണ്ണിനും ആണിനും ഒരുപോലെ. പെണ്ണ് ഞങ്ങളുടെയൊക്കെ വീടുകളിൽ എന്ന് പറയാം, പെണ്ണിനെ സ്വല്പം തന്നങ്ങ് വിട്ടു കഴിഞ്ഞാൽ പിന്നെ പെണ്ണിനെ തിരിഞ്ഞു പോലും നോക്കത്തില്ല. ആ ദുഃഖങ്ങളൊക്കെ ഞങ്ങൾക്കുള്ളത് കൊണ്ട് ഞാനും ഹസ്ബൻഡ് കൂടെ പറഞ്ഞു, നമ്മുടെ പെൺകുഞ്ഞ്, നമ്മുടെ മകൾക്കും ആ മക്കൾക്കുള്ള സെയിം ഷെയർ തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞു. അത് 18 ഞങ്ങൾ ഷെയർ ചെയ്തു, പങ്കിട്ട് കൊടുത്തു. 19 ഒരു ഒക്ടോബറിലായപ്പോൾ പുള്ളിക്ക് ഗ്യാസ്ട്രോയിൽ ഇച്ചിരി പ്രയാസം ഉണ്ടായിരുന്നു. 19 ഒക്ടോബറിൽ DC ഹോസ്പിറ്റലിൽ ഗ്യാസ്ട്രോയുമായി അഡ്മിഷൻ നടക്കുന്നു. ഗ്യാസ്ട്രോയുടെ കോളോസ്കോപ്പി, എൻഡോസ്കോപ്പി ഒക്കെ കഴിഞ്ഞിട്ട് പുള്ളിക്ക് 19 തന്നെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നു. ഹാർട്ട് അറ്റാക്കിന്റെ ജോസ് ചാക്കോ പെരിയപ്പുറത്തിന്റെ കീഴിലായിരുന്നു ട്രീറ്റ്മെന്റ്. അദ്ദേഹം പറഞ്ഞു ഓപ്പറേഷൻ ചെയ്തേ മതിയാവും, മേജറായിട്ടുള്ള ഒരു ഓപ്പറേഷൻ വേണം. അങ്ങനെ ലിസി ഹോസ്പിറ്റലിൽ തന്നെ ഓപ്പറേഷൻ കഴിഞ്ഞു. അതിനെ തുടർന്ന് പുള്ളി പെട്ടെന്ന് സ്ട്രോക്ക് വന്നു, പുറകോട്ട്. ഓപ്പറേഷൻ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് വീണ് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളിയെ കൊണ്ടുപോയി. പിന്നെ പുള്ളി അതേ ഹോസ്പിറ്റലിൽ തന്നെ ന്യൂറോ സർജറി നടന്നു. ഇത്രയും രോഗങ്ങളുടെ ഭീകരതയിൽ പുള്ളി മാനസികവും ശാരീരികവുമായിട്ട് അങ്ങ് ഡൗൺ ആയിപ്പോയി, അപ്സെറ്റായി ഡൗൺ ആയിപ്പോയി. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാണെങ്കിൽ എപ്പോഴും പുള്ളിയുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ മരിക്കുമ്പോഴും കോടതി കിടന്ന് മരിക്കണമെന്ന്. അത്രയ്ക്ക് തീക്ഷ്ണമായ ആ ഒരു പ്രൊഫഷണൽ ദാഹമുള്ള ഒരു വ്യക്തിയാണ് പുള്ളിക്ക്. അതിനെ തുടർന്നാണ് കോവിഡ് ഒക്കെ വരുന്നത്. കോവിഡ് വന്നുകൊണ്ട് പുള്ളി മാനസികമായിട്ട് പിന്നെ തകർന്നു. അവസാനം പുള്ളിക്ക് 2022 ജൂൺ, എനിക്ക് തോന്നുന്നു ഒരു ജനുവരി ആയപ്പോൾ പുള്ളിക്ക് ഒരു കോവിഡ് വന്നു. തുടർന്ന് 2022 ജൂണിൽ പുള്ളി മരിക്കുകയായിരുന്നു. ആ മരണത്തോടുകൂടി ഞാൻ പറയും, ഈ 3 വർഷക്കാലം എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ വലിയൊരു ഇലവൊഴിച്ചിലോ ഒക്കെ ആയിരുന്നു. അതിപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് അത് പോയിട്ടില്ല. കാരണം എല്ലാ സ്ത്രീകളോടും എനിക്ക് പറയാനുള്ളത്, കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയില്ല. ഭർത്താവ് ജീവനോടെ ഇരിക്കുമ്പോൾ അദ്ദേഹം എങ്ങനെയാവട്ടെ, ആരുമാകട്ടെ, പോസിറ്റീവോ നെഗറ്റീവോ ആയിക്കൊള്ളട്ടെ, ഏതൊരു പെണ്ണിനും ഏതൊരാണിനും ജീവിത പങ്കാളി വളരെ പ്രഷ്യസ് ആണ്, വാല്യുബിൾ ആണ്. നമുക്കൊന്നുമില്ലെങ്കിൽ കോപത്തോടെ തുള്ളിച്ചാടി ചെല്ലുമ്പോ അടുത്ത് ചെന്നിരുന്നോണ്ട് നമ്മളെ ദേഷ്യമൊക്കെ പറയാമല്ലോ, അല്ലെങ്കിൽ പോയി നമ്മൾ ഒന്ന് തൊട്ട് സാരമില്ല എന്ന് നമ്മുടെ തോളത്തൊന്ന് തട്ടി ആശ്വസിപ്പിക്കുമല്ലോ. കള്ളുകുടിയനായിക്കോട്ടെ, പുള്ളിക്കാരൻ ആരുമായിക്കൊള്ളട്ടെ, പക്ഷെ എന്റെ പുള്ളി മദ്യപിക്കത്തില്ല, പുള്ളി പുക വലിക്കുമായിരുന്നു. അങ്ങനെ എന്റെ പുള്ളി 2022 ജൂൺ 5-ാം തീയതി പുള്ളി മരിച്ചു. ആ ഒരു ഏകാന്തത എന്ന് പറയുന്നത് ഇപ്പോഴും ഞാൻ ഒരുപാട് എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ഇരിക്കുമ്പം ആ ബുക്കാണ്, ഏകാന്തതയുടെ ബുക്ക് ഞാൻ എഴുതിയതാണ് എൻ്റെ ഇരിക്കുന്നത്. അന്ന് ഞാൻ പറയുമായിരുന്നു, എനിക്കൊന്നും പറയാനില്ല. അതൊരു നഷ്ടം തന്നെയാണ്. എല്ലാവരോടും പറയാനുള്ള നഷ്ടം തന്നെയാണ്. മക്കളൊക്കെ എന്ന് പറയാൻ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടി കഴിഞ്ഞ് അവരെയൊക്കെ നമ്മളൊരു സ്ഥാനത്തെത്തി, അവര് ചിറകു പറന്ന് ഉയർന്ന് പോകട്ടെ എന്ന്, അതൊരു ആവശ്യമാണ്. അവർ പോകണം, അവർക്ക് കൊടുത്ത കുടുംബജീവിതം അവർ നയിക്കട്ടെ, അവർ നടക്കട്ടെ, അത് വേണം. പക്ഷെ ഒരു പെണ്ണിനായാലും ഒരാണിനായാലും ജീവിത പങ്കാളി എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. പക്ഷെ എനിക്ക് നഷ്ടപ്പെട്ടു. ഇന്നും എൻ്റെ മനസ്സിൽ ഞാൻ ഇന്നും പുള്ളിയുടെ തുണികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കും, മടക്കി വെക്കും, അടുക്കി വെക്കും. പിന്നെ പുള്ളിയുടെ ഓഫീസ് റൂം ഇപ്പോഴും അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്, ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയിരിക്കും. അതൊരു നഷ്ടം. എൻ്റെ ആഗ്രഹം ഞാൻ കടന്നുപോയിട്ടേ പുള്ളി പോകാവുള്ള എന്നായിരുന്നു. പക്ഷെ പുള്ളി പോയി. പിന്നെ ഞാൻ ഒരു കൊല്ലക്കാലം ഞാൻ വളരെ അപ്സെറ്റ് ആയിരുന്നു, ഡിപ്രസ്ഡ് ആയിരുന്നു. എനിക്ക് ലിസി ഹോസ്പിറ്റലിലെ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇതൊക്കെ സാധാരണ അല്ലേ എന്ന് പറയും. ഒരു മരുന്നൊക്കെ തന്നു, ഞാനത് കഴിച്ചില്ല. അതിപ്പോഴും എൻ്റെ കയ്യിലിരിപ്പുണ്ട്, ഞാനതൊന്നും കഴിച്ചൊന്നുമില്ല. ഞാൻ പറഞ്ഞു വേണ്ട, ഇന്നും എൻ്റെ ദൈവം, എൻ്റെ ട്രാക്ക്, യഥാർത്ഥ പാത, നിന്റെ ട്രാക്ക് ഇതാണ്, ഈ പാത നിനക്ക് ഇതാണെന്നും പറഞ്ഞു എൻ്റെ ദൈവം എന്നെ എൻ്റെ 55 വയസ്സ് തികഞ്ഞ സമയത്താണ് ഞാൻ വിശ്വാസത്തിലേക്ക് 54 വയസ്സുള്ളപ്പോൾ 53 വയസ്സുള്ളപ്പോൾ വന്നെങ്കിലും 55-ൽ ഞാൻ ഫുള്ളി ഡെഡിക്കേറ്റഡ് ടു ഗോഡ് ജീസസ് ക്രൈസ്റ്റ്. ഞങ്ങളോട് പറഞ്ഞതും ഞങ്ങളുടെ പ്രേക്ഷകർ കേൾക്കുന്നതുമൊക്കെ ഒരു ഏകാന്ത ജീവിതമല്ല. ദൈവം കൂടെ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ കരം, അദൃശ്യ കരങ്ങൾ എപ്പോഴും കൂടെ നടത്തിയിരുന്നു. ആ കരം ഇപ്പോഴും കൈക്ക് പിടിച്ചിട്ടുണ്ട്, കൂടെയുണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് സ്വന്തം കഥയിൽ ഞങ്ങളോട് കഴിഞ്ഞ 2-3 എപ്പിസോഡുകളായി സംസാരിച്ച പ്രൊഫസർ ആലീസ് മാണിയോടുള്ള ഫീബ ഓൺലൈൻ്റെ പേരിലുള്ള പ്രത്യേക നന്ദി. ഞങ്ങളുടെ പ്രേക്ഷകർക്ക്, കേൾക്കുന്നവർക്ക് ഇതൊരു പ്രചോദനമാകും. അവരുടെ ജീവിതത്തിലും പുതിയ അനുഭവങ്ങൾ ഉണ്ടാകുവാൻ ഇടയാകട്ടെ. ഞങ്ങളെ വിളിക്കാൻ ആഗ്രഹിക്കുന്നവർ 9880221957 എന്ന നമ്പർ ഉപയോഗിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുവാൻ info@fibaonline.org എന്ന ഇമെയിൽ ID ഉപയോഗിക്കുക.